Start with some basic concepts of chemistry. Okay, നമ്മൾ ഒരു 15 questions ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും കവേർഡ് ആവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ടോപ്പിക്ക് പറഞ്ഞു പോവാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് വരുന്നത്. ലൈക്ക് ഒരു ത്രൂ ഔട്ട് ഒരു 2 years നിങ്ങൾ കെമിസ്ട്രി കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു സം ബേസിക് കോൺസെപ്റ്റ്സ് വരുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യും. I know it was difficult during your +1 because നിങ്ങളൊരു ചെറിയ ടോപ്പിക്കിൽ നിന്ന് ഒരു വാസ്റ്റ് ടോപ്പിക്കിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നിങ്ങൾ 2 വർഷം അതുമായിട്ട് പരിചയമായി, പഠിച്ചു, എക്സാം എഴുതി, അത് കഴിഞ്ഞിട്ട് വീണ്ടും യു ആർ ഗോയിങ് ബാക്ക് ടു ദ സെയിം ടോപ്പിക്. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് വിൽ ബി എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഈ ബുക്കില്ലേ നിങ്ങളുടെ കയ്യിൽ? ഇല്ല. സോ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു സം ബേസിക് കോൺസെപ്റ്റ്സിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് നിങ്ങളെല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് പറയാൻ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും എന്ന് ഐ എം ഷുവർ, കേട്ടോ. ബിക്കോസ് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്സ് കിട്ടി വന്ന ആൾക്കാരാണ്. സോ വെറുതെ ആർക്കും നല്ല മാർക്സ് ഒന്നും കിട്ടില്ലല്ലോ. യു ഹാവ് ഗോൺ ത്രൂ ഇറ്റ്. നമുക്കൊരു എന്താ പറയുക, നമ്മളിലൊരു ഇംപ്രഷൻ വേണമല്ലോ. സോ you learned about matter, you classified matter into different constituents അല്ലേ. മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പിന്നെ എലമെൻറ്റ്സ്, കമ്പൗണ്ട്സ്, പിന്നെ ഹോമോജനസ്, ഹെട്രോജനസ്. അവിടെയായിരുന്നു നിങ്ങൾ സൊല്യൂഷൻ എന്നുള്ളൊരു കാറ്റഗറി കണ്ടത് അല്ലേ, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഒക്കെ വെച്ചിട്ട്. ഇവിടെ നിങ്ങൾ 11th 12th വന്നപ്പോൾ അത് കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ ടേംസും അല്ലെങ്കിൽ ഹൗ ക്യാൻ യു പ്രിപ്പയർ എ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ എന്നുള്ളതൊക്കെ കണ്ടത് അല്ലേ. And you also came across atoms and molecules, different kinds of measurements, പിന്നെ അതിൻ്റെ യൂണിറ്റ്സ് അതെങ്ങനെ നമ്മൾക്ക് സിംബലൈസ് ചെയ്യാം. Then you learned about precision and accuracy അല്ലേ. എന്തായിരുന്നു precision? പ്രിസൈസ് ആയിട്ട് പറയുക പറഞ്ഞാൽ നിയർലി ക്ലോസ് ആയിട്ടുള്ളൊരു വാല്യൂ അല്ലേ. ആക്യുറേറ്റ് ആയിട്ട് പറയുക എന്ന് പറഞ്ഞാൽ പക്ക എക്സാക്ട് വാല്യൂ എന്താണെന്നുള്ളതാണ് ആക്യുറസി എന്നുള്ളൊരു ടേം കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ യു ലേൺഡ് അബൌട്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലേ. നമ്മൾ കടയിലൊക്കെ പോയിട്ട് ഒരു സാധനങ്ങൾ വാങ്ങുമ്പോഴത്തേക്കും റൗണ്ട് ഓഫ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ റൗണ്ട് ഓഫ് എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ വാല്യൂസാണ് സിഗ്നിഫിക്കൻ്റ് എന്നുള്ളത് നിങ്ങൾ കണ്ടായിരുന്നു. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ജനറലി ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെയൊക്കെ ഡയറക്റ്റ്ലി ഒരു ഡെസിമലൊക്കെ ഉള്ളൊരു നമ്പർ തന്നിട്ട് അതിൽ നിന്നുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയൊരു കാൽക്കുലേഷൻ തന്നിട്ട് അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് വരാറ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ് അല്ലേ. അതുപോലെ തന്നെ സീറോ ബിറ്റ്വീൻ എപ്പോഴൊക്കെ സീറോയ്ക്ക് നമ്മൾ പണ്ടേ പറയും 0 വിലയില്ല. അങ്ങനെയൊന്നുമല്ല, ചില സീറോസ് ആർ സിഗ്നിഫിക്കൻ്റ് അല്ലേ. ഏതൊക്കെ സീറോസ് ആർ സിഗ്നിഫിക്കൻ്റ്? സീറോ ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ്സ് വന്നു കഴിഞ്ഞാൽ അയാൾ സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലേ. അതുപോലെ തന്നെ റൈറ്റ് ഓഫ് ദ പ്രോപ്പർ നമ്പേഴ്സ് ഒരു ഡെസിമൽ ഇട്ടിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ് അല്ലേ. ഓക്കെ, പിന്നെ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് ഓർക്കണ്ടോ? ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്കാണ്, നമ്മളതൊക്കെ പഠിച്ച് മാസങ്ങൾ കഴിഞ്ഞിങ്ങ് വന്നേക്കുവാണ്. എങ്കിലും നിങ്ങൾക്കത് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് ലോസ് കണ്ടല്ലേ. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. ഏതൊക്കെ ലോ ആണ് നമ്മൾ കണ്ടത്, പഠിച്ചു പോകുന്നത്? ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നൊരു ലോ ഏതായിരുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇക്വേഷൻസ് എല്ലാം ബാലൻസ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലായിരുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ്. ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എനിക്ക് ആൻസർ തരണേ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫിംഗ് ആണ് ടോപ്പിക് വൈസ്. ദെൻ യു ലേൺഡ് അബൌട്ട് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻസ് അല്ലേ. ഒരു ഫിക്സഡ് റേഷ്യോയിൽ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുന്നു, അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ പഠിച്ചായിരുന്നു. എക്സാമ്പിളായിട്ട് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? What did you learn as example of law of definite proportion അല്ലെങ്കിൽ definite composition? What is the formula of water? പറയൂ. H2O. ഞാൻ കൊണ്ടുവരുന്ന വെള്ളത്തിനും നിങ്ങൾ കൊണ്ടുവരുന്ന വെള്ളത്തിനും വേറെ വേറെ ഫോർമുലയാണോ? അല്ല. ദാറ്റ് മീൻസ് അതെപ്പോഴും എന്തായിരിക്കും? ഡെഫിനറ്റ് ആയിട്ടിരിക്കും അല്ലേ. ഇനി അതുപോലെ തന്നെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻസ്. ഇവരെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് അറിയാനായിട്ടൊരു ടെക്നിക്കുണ്ട്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എപ്പോഴും ഒരാളെ ചുറ്റിപ്പറ്റിയായിരിക്കും. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അല്ലെങ്കിൽ നൈട്രജൻ ഡൈ ഓക്സൈഡ് എന്നൊക്കെ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണെങ്കിൽ എന്ത് പറ്റും?
രണ്ടുപേരെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട്. ഞാൻ അത് ഒരു ഈസി ടെക്നിക്കാണ് കേട്ടോ. ലൈക്ക് യു ക്യാൻ ഐഡൻറ്റിഫൈ വിച്ച് ലോ ഈസ് ബീങ് ഫോളോഡ്, അതിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഗേ-ലൂസെക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം വരുന്നുണ്ട്, അവഗാഡ്രോയുടെ ലോ വരുന്നുണ്ട്. അവഗാഡ്രോയുടെ ലോ അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ ഇല്ലാതെ ഒരു കെമിസ്ട്രി ഇല്ല അല്ലേ. 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും മെഷർ ചെയ്യുന്നത്. കെമിസ്ട്രിയിൽ ഒരു ബേസിക് യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. 1 മോൾ ഓഫ് ആറ്റം, 1 മോൾ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ 1 മോൾ ഓഫ് പാർട്ടിക്കിൾസ്. ഇറ്റ്സ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് നമ്പർ? അവഗാഡ്രോ നമ്പർ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് അവഗാഡ്രോ നമ്പർ? 6.02 into 10 raised to 23. പിന്നെ ഡാൽട്ടൻ്റെ അറ്റോമിക് തിയറി വരുന്നുണ്ട്, അതുപോലെ ആറ്റമിക് മാസസ്, മോളിക്കുലാർ മാസസ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ കണ്ടുപോന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ദെൻ യു ലേൺഡ് അബൌട്ട് ഫോർമുല മാസ്, ദെൻ യു കെയിം അക്രോസ് സ്മോൾ കോൺസെപ്റ്റ് ആൻഡ് മോളാർ മാസസ് അല്ലേ. അവിടെ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഓക്കെ, സോ നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസിലേക്കും കാര്യങ്ങളിലേക്കും പോകാം. ഓക്കെ, സോ ടേക്ക് യുവർ നോട്ട് ബുക്സ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ മെറ്റീരിയൽ ഇല്ല. ഓക്കെ, സോ ഐ വിൽ റീഡ് ദ ക്വസ്റ്റ്യൻ, യു റൈറ്റ് ഡൗൺ ഇറ്റ്. ഓക്കെ, നിങ്ങളുടെ ഫിസിക്സ് മാത്സിൽ എങ്ങനെ തന്നെയായിരുന്നു? അങ്ങനെ തന്നെയായിരുന്നോ? ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളത് ആൻസർ ചെയ്യുമായിരുന്നോ? എങ്ങനെയായിരുന്നു ഫിസിക്സ്? നിങ്ങളുണ്ടായിരുന്നില്ലായിരുന്നു. ഉള്ള ആൾക്കാർ നിങ്ങളായിരുന്നു. അതെങ്ങനെയായിരുന്നു ക്ലാസ്? ക്വസ്റ്റ്യൻ തന്നിട്ട് പറ, എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പറയും, നിങ്ങളോട് ചോദിച്ചിട്ടല്ലേ പറയുക. ഓക്കെ, ദിസ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളൊരു 15 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഒരു ചാപ്റ്ററിലെ കവർ ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് 1, ചാപ്റ്ററിൻ്റെ പേര് എഴുതൂ കേട്ടോ, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. So write down, when a concentrated solution is diluted, when a concentrated solution is diluted, when a concentrated solution is diluted, എങ്ങനെ ഡൈല്യൂട്ട് ചെയ്യുക? ഡൈല്യൂട്ട് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? വെള്ളം ചേർക്കുക അല്ലേ. സോ ഡൈല്യൂട്ടഡ് ബൈ ആഡിങ് മോർ വാട്ടർ. When a concentrated solution is diluted by adding more water, molarity of the solution remains constant. Molarity. Molarity of the solution remains constant. Second statement, statement 2. Number of moles of a solute, number of moles of a solute, number of moles of a solute divided by volume, divided by volume is equal to the molarity, is equal to the molarity. ഓക്കെ, അപ്പം നമുക്ക് 4 ഓപ്ഷൻസ് ആണ് വരിക. ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ എ, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. B, statement 1 is correct but statement 2 is incorrect. Statement 1 is correct but statement 2 is incorrect. Statement 1 is correct but statement 2 is incorrect. Third option, option C. Both statement 1 and statement 2 are incorrect. Both statement 1 and statement 2 are incorrect.
Last option, statement 1 is incorrect but statement 2 is correct. Statement 1 is incorrect but statement 2 is incorrect. വായിച്ചു നോക്കിയ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ ആദ്യം ഫൈനലൈസ്. സ്റ്റേറ്റ്മെന്റ് 1 is incorrect but statement 2 is correct. സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റിയിട്ടാണ് നമുക്ക് ഓപ്ഷൻ വന്നിട്ടുള്ളത്. സോ ഗോ ത്രൂ ദ സ്റ്റേറ്റ്മെന്റ്സ് തറലി, എന്നിട്ട് നിങ്ങൾ എന്തിലാ കൺക്ലൂഡ് ചെയ്യണേന്നൊന്ന് പറയാമോ? സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നേ? when a concentrated solution is diluted by adding more water, വെള്ളം ചേർത്തു അല്ലേ, molarity of the solution remains constant എന്ന്. molarity അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വാല്യൂ ആണോ? what is molarity? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇക്വേഷൻ പറയണ്ട, ജസ്റ്റ് എന്താ മൊളാരിറ്റി? നിങ്ങൾ സൊല്യൂഷൻസ് ഒക്കെ പഠിച്ച് വന്നിരിക്കുന്ന ആൾക്കാരാണ്. സോ മൊളാരിറ്റി, മൊളാലിറ്റി ഇതൊക്കെ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 1 മോളാർ സൊല്യൂഷനും 2 മോളാർ, മൊളാരിറ്റി ക്യാപിറ്റൽ എം വെച്ചിട്ടല്ലേ ഡിനോട്ട് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ എം എന്താ? മൊളാലിറ്റി അല്ലേ? മൊളാരിറ്റി ഈസ് ക്യാപിറ്റൽ എം, മൊളാലിറ്റി ഈസ് സ്മോൾ ലെറ്റർ. വാട്ട് ഈസ് ദ ഡിഫറൻസ്? മൊളാരിറ്റി എന്തിനെ, ലൈക്ക് രണ്ടും കോൺസെൻട്രേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യണതാണ് അല്ലേ? യു വിൽ ഡിനോട്ട് ലൈക്ക് 1 മോളാർ 2 മോളാർ എന്നിങ്ങനെ ഡിനോട്ട് ചെയ്യും. ഇതിനെ 1 സ്മോൾ ലെറ്റർ എം 2 സ്മോൾ ലെറ്റർ, ഇത് രണ്ടും സെയിം ആണോ? എന്താ വ്യത്യാസം? ദർ ഇസ് സം ഡിഫറൻസ് അല്ലേ? വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഒരെണ്ണം ഒരെണ്ണം മാസ് റിലേറ്റഡ് ആണ്, ഒരെണ്ണം വോളിയം റിലേറ്റഡ് ആണ് അല്ലേ? ആരാ വോളിയം റിലേറ്റഡ്, ആരാ മാസ് റിലേറ്റഡ്? മൊളാരിറ്റി ഈസ് റിലേറ്റഡ് ടു വോളിയം അല്ലേ? വോളിയം ഇൻ ലിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്. മൊളാരിറ്റി ആവുമ്പോഴോ മാസ് ആണ് അല്ലേ? മാസ് ഓഫ് ദി സോൾവെന്റ് ആണ് മൊളാലിറ്റി. സോ ഇവരെന്താ പറഞ്ഞിട്ടുള്ളത്? സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത്? ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിൽ പോലും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ തന്നെ എന്താ പറയുക, ഇപ്പം ഞാൻ കുറച്ച് സൊല്യൂഷൻ എടുക്കുകയാണ് അല്ലേ, അത്യാവശ്യം ഉപ്പുള്ളൊരു ലൈക്ക് നമുക്ക് സോൾട്ടി ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എടുക്കുക. ഞാൻ അതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈല്യൂട്ടഡ് ആയി, ഈ പ്രോസസ്സായി. അപ്പോൾ ഉപ്പിൻ്റെ ആ ഒരു സോൾട്ട്നെസ് അത്രയും തന്നെ ഉണ്ടാവുമോ? ഇല്ല. എന്ത് പറ്റും? കുറയല്ലേ? ഡയല്യൂഷൻ അനുസരിച്ചിട്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞു സൊല്യൂട്ടിൻ്റെ. 1 സ്പൂൺ ഉപ്പ് ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിലാണ് കലക്കിയിട്ടുള്ളത്. അതിലേക്ക് ഞാൻ വീണ്ടും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ഫീൽ ചെയ്ത ആ ഒരു സോൾട്ടി ടേസ്റ്റ് രണ്ടാമത് ഉണ്ടാവില്ല. ബിക്കോസ് ഓൺ ഡയല്യൂഷൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട് ഡിക്രീസ്ഡ്. അപ്പോൾ എന്താ പറയുക? കണ്ടോ, ഇവരെന്താ പറയുന്നത്? മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണോ? അല്ല. അപ്പം സ്റ്റേറ്റ്മെന്റ് 1 is ട്രൂ എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ അല്ല. അപ്പൊ എ ട്രൂ വരത്തില്ല, അതുപോലെ ബിയും വരില്ല അല്ലേ? നമ്മൾ കറക്റ്റ് ഓപ്ഷനിലേക്ക് ചില സമയത്ത് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് തെറ്റായിട്ടുള്ളത് ഒമിറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. സോ ഇൻ ദ കേസ് ഓഫ് ആൻ എൻട്രൻസ് എക്സാം അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ ടോപ്പിക്കും അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് പക്കായിട്ട് പറ്റണം എന്നില്ല. പക്ഷെ അപ്പോഴും നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, ദറ്റ് ഈസ് ടു അവോയ്ഡ് ദ ഇൻകറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ആൻഡ് യു കാൺ സ്പെൻഡ് മച്ച് ടൈം ഫോർ 1 ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് വേഗം ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 അപ്പം ഇനി നമുക്ക് സിയിലും ഡിയിലും കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. എന്താണ് അവർ സിയിൽ പറയണത്? സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ്. അപ്പം ലെറ്റ്സ് ചെക്ക് വെദർ സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയണേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഇസ് ഈക്വൽ ടു മൊളാരിറ്റി. അതെല്ലോ, നിങ്ങളതല്ലേ പറഞ്ഞത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കറക്റ്റ് ആണ്. ഏതാണ് ഓപ്ഷൻ വരിക? ഏതാ വരിക? ഡി അല്ലേ വരിക. സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് കറക്റ്റ്. അപ്പോൾ അവിടെ നമുക്ക് മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ ഒന്ന് എഴുതാം. സോ മൊളാരിറ്റി ക്യാപിറ്റൽ എം, ഇക്വേഷൻ എന്താണോ? molarity, write down molarity, capital M. Number of moles of solute divided by volume of solution in liter.
And what about molality, small letter m? Again നിങ്ങൾ തന്നെ പറഞ്ഞു മാസ് ടേം ആണ്. നമ്പർ ഓഫ് moles of solute divided by weight of solvent in kilogram അല്ലെങ്കിൽ mass of solvent in kilogram. അപ്പോൾ ഡെഫിനറ്റ്ലി ഡയല്യൂഷൻ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട് ഡിക്രീസസ്, ദെയർബൈ മൊളാരിറ്റി ഓൾസോ വേരീസ് അല്ലെങ്കിൽ കുറയും. ഓക്കെ, ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ മൊളാലിറ്റീനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ യു ക്യാൻ റൈറ്റ് ഡൗൺ എ മൊളാൽ സൊല്യൂഷൻ ഇസ് എ, ക്യാപിറ്റൽ എ, അതായത് 1 മൊളാൽ സൊല്യൂഷൻ, മൊളാൽ ആണ് കേട്ടോ, മൊളാർ അല്ല, LAL, മൊളാൽ. എ മൊളാൽ സൊല്യൂഷൻ ഇസ് 1 that contains 1 mole of a solute in 1 mole of a solute in. I'll write down the options. Option A, 1000 gram of the solvent. Option B is 1 liter of the solvent. Option C, 1 liter of the solution. And option D, 22.4 liters of the solution. A molar solution is one that contains 1 mole of a solute in. Options are 1000 gram of solvent, 1 liter of solvent, 1 liter of solution, 22.4 liters of solution. വേഗം ആൻസർ പറയാലോ, ഏത് വരും? ഉറക്കെ പറ, ഓപ്ഷൻ പറഞ്ഞാൽ മതി ഏതാണ്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വേഗം വാ. ഏതൊരു ആൻസർ നിങ്ങൾക്ക് അറിയാം? ഇവിടെ എന്തിനാ കൺഫ്യൂഷൻ വരുന്നത്? ഇപ്പം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മൊളാരിറ്റി ആണെങ്കിൽ 1 ലിറ്റർ വന്നേനെ, 1000 ml വന്നേനെ അല്ലേ. ഇത് 1 കിലോഗ്രാമാ. സോ എത്ര ഒരു ആൻസർ? 1000 gram അല്ലേ. അതിൽ വേറെ കൺഫ്യൂഷൻ്റെ ആവശ്യമുണ്ട്? ഇവിടെ നിങ്ങൾക്ക് 1 ലിറ്റർ എന്നുള്ള ഓപ്ഷൻ ബിയും സിയും കളയാം അല്ലേ. പിന്നെ നമുക്കറിയാം മാസ് ഓഫ് ദ സോൾവെന്റ് റിലേറ്റഡ് ആണ് മൊളാലിറ്റി. അപ്പോൾ 22.4 ലിറ്റേഴ്സും വേണോ? വേണ്ട. പിന്നെ ഏത് ആൻസർ വരിക? ഓപ്ഷൻ എ, 1 കിലോഗ്രാം എന്നുള്ളൊരു തോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ 1000 ഗ്രാമിലേക്ക് വരാനും ബുദ്ധിമുട്ടില്ല. ഓക്കെ, നമ്മളിന്ന് കെമിസ്ട്രി ആട്ടോ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്സ് ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നുള്ള ടോപ്പിക്കാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു, രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദി ടോപ്പിക് വാസ് റിലേറ്റഡ് വിത്ത് നമ്മുടെ മൊളാലിറ്റി ഒക്കെ ഇല്ലേ, നിങ്ങൾ സെക്കൻഡ് ഇയറിൽ സൊല്യൂഷൻസ് പഠിച്ചിട്ടില്ലേ? അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ സം ബേസിക് കോൺസെപ്റ്റ്സിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്ത്. എടുത്തോ, ബുക്ക് എടുത്തോ. ഓക്കെ, ഇനി നമ്മൾ ലോസ് പഠിച്ചായിരുന്നു അല്ലേ. ലോ ഓഫ് കെമിക്കൽ കോമ്പോസിഷൻസ് ഇപ്പം നമ്മൾ പറഞ്ഞു പോകുന്നായിരുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. സോ റൈറ്റ് ഡൗൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബെസ്റ്റ് explains law of conservation of mass.
law of conservation of mass. A, 100 gram of water is heated. 100 gram of water is heated to give steam. 100 gram of water is heated to give steam. Option B, a sample of N2. N2 means nitrogen. Gas is heated at constant pressure without any change in mass. Without any change in mass. Option C, 36 gram of carbon combines 36 gram of carbon combines with 32 gram of oxygen to form 68 gram of carbon dioxide. 36 gram of carbon combines with 32 gram of oxygen to form 68 gram of carbon dioxide. And the last option is 10 gram of carbon is heated in vacuum without any change in mass. Without any change in mass. Which of the following statement best explains the law of conservation of mass എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ 4 ഓപ്ഷൻസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എഴുതി അല്ലേ? എന്തായിരുന്നു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ അല്ലേ? അപ്പം നമ്മൾ ഇത് എപ്പോഴും യൂസ്ഫുൾ ആവുന്ന എന്തിനു വേണ്ടിയിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? നമുക്ക് കുറേ ലോ ആസച്ച് പഠിച്ചിട്ട് കാര്യമില്ല. ലോയുടെ ആപ്ലിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മളത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ പഠിച്ചാലേ നമുക്കത് കൊണ്ട് യൂസ് ഉള്ളൂ. എന്തൊരു കാര്യം അങ്ങനെ തന്നെയാണ്. സോ നിങ്ങൾ എവിടെയായിരുന്നു അത് കൂടുതൽ യൂസ് ചെയ്തത്? ബാലൻസിങ്, റിഡോക്സ് റിയാക്ഷൻ പഠിച്ചപ്പോൾ ബാലൻസിങ് പഠിച്ചില്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആക്കണം അല്ലേ? നിങ്ങൾ കുറച്ച് ന്യൂമറിക്കൽസും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസും ഒക്കെ ഇട്ടിട്ട് അവരെ സംഹൗ ഈക്വലൈസ് ചെയ്തെടുത്തു. അപ്പം നമ്മൾ കണ്ടത് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു ഈ ഒരു ബാലൻസിങ്ങിൻ്റെ ബേസിക് എന്ന് പറയുന്നത്? ആരൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ടോ അവരൊക്കെ പ്രോഡക്ട്സ് വേറെ ആൾക്കാരായി മാറുമെങ്കിൽ പോലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയിരിക്കണം റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് അല്ലേ? അതിൽ വേറെ സംശയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഈ പറയുന്നതിൽ ഏതിലാണ് നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടുന്നത്? 100 gram ഓഫ് വാട്ടർ ഇസ് ഹീറ്റഡ് ടു ഗീവ് സ്റ്റീം എന്ന്. അതിപ്പോൾ വാട്ടർ 100 gram തന്നെ എടുക്കണമെന്നൊന്നുമില്ല. വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് എത്രയാ? 18 gram. 18 gram വാട്ടർ ബോയിൽ ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്റ്റീം കിട്ടും. അപ്പം അത് എത്രത്തോളം എത്ര എമൗണ്ട് ഓഫ് സ്റ്റീം? ഇപ്പോൾ 100 gram ഓഫ് വാട്ടർ ഇസ് ഹീറ്റ് ടു ഗീവ് ഒരു 100 gram ഓഫ് സ്റ്റീം എന്ന് പറയുന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ഈക്വൽ ആണ് അല്ലേ? അപ്പം നമുക്ക് പറയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടെന്ന്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ അല്ല. സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ, എ സാമ്പിൾ ഓഫ് നൈട്രോജൻ ഗ്യാസ്. സാമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വാണ്ടിറ്റി പറയാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവിടെ മാസ് കൺസേർവ്ഡ് ആണ് എന്നുള്ളത്. നിങ്ങൾ എങ്ങനെയായിരുന്നു അത് ഇക്വേഷൻ ബാലൻസ് ചെയ്തത്? ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാർ നമുക്കറിയാം ഈച്ച് ആൻഡ് എവറി ആറ്റം ഈസ് അസോസിയേറ്റഡ് വിത്ത് സം കൈൻഡ് ഓഫ് അറ്റോമിക് മാസ് അല്ലേ? അപ്പം നമ്പർ ഓഫ് ആറ്റംസ് കൂടുന്നതിനനുസരിച്ച് അവരുടെ മാസ് കൂടുന്നുണ്ട്. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അത്ര ആൾക്കാർ സെയിം. ഇപ്പോൾ കാർബൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 4 എണ്ണം ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലും 4 എണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് കൺസേർവ്ഡ് ആണ് അവിടെ.
ഇവിടെ നമുക്കൊന്നും പറയുന്നില്ല. സാമ്പിൾ ഓഫ് നൈട്രോജൻ ഇസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ മാസ് എന്ന്. മാസ് മാറിയിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെ ലോ ഓഫ് കൺസർവേഷൻ അല്ലെങ്കിൽ ലോ കൺസർവ്ഡ് ആയോ എന്ന് നമുക്ക് പറയാൻ പറ്റണില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കൂ, 36 gram ഓഫ് കാർബൺ. അവർ ക്ലിയർ ആയിട്ട് ഒരു ഡാറ്റ തരുന്നുണ്ട് അല്ലേ. 36 gram ഓഫ് കാർബൺ കമ്പൈൻസ് വിത്ത് 32 gram ഓഫ് ഓക്സിജൻ ആണോ? 36 gram ഓഫ് കാർബൺ കമ്പൈൻസ് വിത്ത് 32 gram ഓഫ് ഓക്സിജൻ ടു ഗീവ് എന്താ പറഞ്ഞിരിക്കണേ, 68 gram ഓഫ് കാർബൺ ഡയോക്സൈഡ്. എങ്ങനെയുണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം അല്ലേ വന്നിരിക്കണം? അപ്പം റിയാക്ട് ചെയ്ത അത്രയും ആൾക്കാർ തന്നെ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ടഡ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ കൺസർവ്ഡ് ആണ്. അപ്പം നമുക്ക് അവിടെ ഒരു സാധ്യതയുണ്ട് കേട്ടോ ആൻസർ. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കൂ, 10 gram ഓഫ് കാർബൺ ഈസ് ഹീറ്റഡ് ഇൻ വാക്വം വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ മാസ് എന്ന്. അതും ഓപ്ഷൻ ബിയും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? മറ്റേടത്തൊരു സാമ്പിൾ എന്ന് പറഞ്ഞു ഇവിടെ 10 gram എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴും നമുക്ക് എന്ത് കിട്ടിയെന്നോ അല്ലെങ്കിൽ വാട്ട് ഈസ് ഫോംഡ് എന്നൊന്നൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ ഏത് വരും ആൻസർ? ഓപ്ഷൻ സി വരും. അവിടെ നിങ്ങൾ താഴെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തോളൂ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് during any physical or chemical change total mass of products is equal to the total mass of reactants. Total mass of products is equal to the total mass of reactants. എഴുതിയോ? നമുക്കിതുപോലെ തന്നെ അടുത്ത ഒരു ലോനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലം നോക്കാം. You write down the question. Which of the following statements about Avogadro's hypothesis is correct? Which of the following statements about Avogadro's hypothesis is correct? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കരുത് കേട്ടോ. യു ജസ്റ്റ് സ്പീക്ക് ഔട്ട്. അപ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങളാരും ഇവിടെ ജഡ്ജ് ചെയ്യപ്പെടുന്നൊന്നുമില്ല തെറ്റായിട്ടുള്ള ആൻസർ പറഞ്ഞു എന്ന് കരുതി. ആരും ആരെക്കാളും മോശക്കാരും അല്ല മിടുക്കരും അല്ല കേട്ടോ. അതൊരു ഇൻട്രാക്ഷൻ വന്നെങ്കിൽ നിങ്ങൾക്കും അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞാനിവിടെ നിന്ന് കോൺസ്റ്റൻ്റ്ലി എന്തൊക്കെയോ പറയുന്നു, ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ തരുന്നു, ആൻസറും ഞാൻ തന്നെ പറയുന്നു, അത് ഭയങ്കര ബോറായിരിക്കും കേട്ടോ. അപ്പം ഞാൻ തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പേടിച്ചിട്ട് ആരും മിണ്ടാതിരിക്കരുത്. മനസ്സിലാവണില്ലേ? എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രശ്നം? പുതിയൊരു ടീച്ചർ വന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമെങ്കിലും ഞങ്ങൾ മിണ്ടത്തില്ല എന്നുള്ളത് നമ്മളൊരു ഹ്യൂമൻ എന്താ പറയുക സൈക്കോളജിയാണ്. പക്ഷേ എങ്കിലും അതല്ലേ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം. അറിയാവുന്ന ഒരാൾ ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് ആ ഒരു അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിക്കാം. നമ്മൾ തമ്മിൽ അങ്ങനൊരു സംഭവം ഇല്ലല്ലോ. സോ ജസ്റ്റ് കേട്ടോ, എനിക്ക് അറിയണം നിങ്ങൾക്ക് അറിയാവോ. ഇപ്പം നിങ്ങൾക്ക് ആർക്കും ഞാൻ മാർക്ക് ചോദിച്ചിടത്തോളം നല്ല നല്ല മാർക്സ് കിട്ടിയ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? ആൻഡ് ഒരു കാര്യം അറിയാം, കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഈ മിണ്ടാതിരിക്കുന്ന ആൾക്കാരെ നമ്മുടെ എന്താ പറയുക സൊസൈറ്റിക്ക് വേണ്ട കേട്ടോ. കുറച്ച് നിങ്ങൾക്ക് എങ്ങനത്തെ ആൾക്കാരെയാണ് ഒരു ഇമ്പ്രഷനൊക്കെ ഫീൽ ചെയ്യുന്നത്? മിണ്ടാതെ എവിടെ? അതൊക്കെ പണ്ടത്തെ കാലത്ത്. ഇപ്പം ചാടി നിൽക്കണം അല്ലേ? ബിക്കോസ് കോമ്പറ്റീഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം നമ്മളിങ്ങനെ ഒതുങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിച്ച് കയറി പോകാൻ ആൾക്കാരുണ്ടാവും. അത് നിങ്ങൾ ഇവിടെ മാത്രമാണോ മിണ്ടാതിരിക്കുന്നത്? മിസ്സേ പുറത്തൊക്കെ ഞങ്ങൾ ഇടിച്ച് നിൽക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണോ? സോ വാട്ട് എവർ, എനിക്ക് എന്തെങ്കിലുമൊക്കെ റെസ്പോൺസ് തന്നെ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബോറടി ആയി പോകും എൻ്റെ ക്ലാസ്. നമുക്കറിയാം ഒരു ദിവസം മുഴുവൻ നമ്മൾ തമ്മിൽ കണ്ടുകൊണ്ടിരിക്കണം അല്ലേ? ഞാൻ മാത്രം ഇങ്ങനെ ഒരു 1 man ഷോ പോലെ കാണിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര ബോറാണ്. ഓക്കെ. So next question, which of the following statements about Avogadro's hypothesis is correct?
കറക്റ്റ് എന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ അവർ ഇൻകറക്റ്റും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ അതൊന്ന് ശ്രദ്ധിക്കണം. ഇൻകറക്റ്റ് ആണ്, നമ്മൾ ചാടിക്കയറി അവഗാഡ്രോ കണ്ടു, ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഓപ്ഷനിൽ ചാടിക്കയറി കൊടുക്കും. ചിലപ്പോൾ അവർ ഇൻകറക്റ്റ് ആയിരിക്കും ചോദിച്ചിട്ടുള്ളത്. ആൻഡ് വെനെവർ യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ, ഗോ ത്രൂ ഓൾ ദ ഓപ്ഷൻസ്. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല, നിങ്ങളും കുറേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുമായിട്ട് ഡീൽ ചെയ്ത ആൾക്കാരാണ്. പണ്ടത്തെയൊക്കെ ഒരു എക്സാം പാറ്റേണിൽ ഇത്രമാത്രം മൾട്ടിപ്പിൾ ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ഇപ്പോഴാണ് നിങ്ങൾക്ക് സ്റ്റേറ്റുകാർക്കും CBSEക്കും ICSEക്കും ഒക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. എന്താ മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വ്യത്യാസം ഫീൽ ചെയ്തിട്ടുള്ളത്? പറയൂ. അത് കെമിസ്ട്രി അല്ലല്ലോ, മൾട്ടിപ്പിൾ ചോയ്സ് എവിടെയും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അയ്യോ ഇതല്ലേ അത്, അതല്ലേ ഇത് എന്നൊക്കെ തോന്നുന്നു അല്ലേ. നമ്മൾ കുറേ തിയറി പഠിച്ചിട്ട് പോയാലും കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മാത്രമേ മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സ്കൂളിൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു, അവിടെ നെഗറ്റീവ് ഉണ്ടായിരുന്നില്ല. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, നമ്മൾ മനുഷ്യന്മാരെ പോലെ എവിടെ മിസ്റ്റേക്ക് പറ്റിയെന്ന് നോക്കിയിരിക്കും, അപ്പോൾ വീഴും നെഗറ്റീവ് കേട്ടോ. അപ്പോൾ ഓൾവേസ് ബി കോഷ്യസ്. നമ്മൾക്ക് എന്താ പറയുക, എല്ലാ ഓപ്ഷൻസിൽ കൂടെ പോയിട്ട് വേണം നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ. ചിലപ്പോൾ നിങ്ങൾ ആദ്യം നോക്കുന്ന ആൻസർ കറക്റ്റ് ആയിരിക്കും, പക്ഷേ എങ്കിലും മേക്ക് ഷുവർ പക്ക ആയിട്ടുള്ള ആൻസർ അത് തന്നെയാണോ. ചിലപ്പോൾ 1 among the കറക്റ്റ് ആൻസേഴ്സ് ആയിരിക്കും അതിനെക്കാട്ടിലും ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കാര്യം അടുത്ത ഓപ്ഷനിൽ വരണുണ്ടാവും. അപ്പം നമ്മളത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആൻസർ, ഈവൻ ദോ കറക്റ്റ് ആണെങ്കിലും ദ പെർഫെക്റ്റ് ആൻസർ ആയിരിക്കില്ല ചിലപ്പോൾ. അപ്പം നമ്മുടെ മാർക്സ് അവിടെ നമുക്ക് പോകും കേട്ടോ. അപ്പോൾ ഓൾവേസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വേണം എക്സാം എഴുതുന്ന സമയത്ത്. ഫസ്റ്റ് ഓപ്ഷൻ, അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, under similar conditions of temperature and pressure, gases react with each other. Under similar conditions of temperature and pressure, gases react with each other in simple ratio. Gases react with each other in simple ratio. ഓപ്ഷൻ ബി, ഓപ്ഷൻ ABCD എന്ന് എഴുതാം കേട്ടോ. കാരണം നമ്മൾ എക്സാമിന് അങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരും. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്യണ്ടേ. അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, equal volumes of all gases, equal volumes of all gases contain same number of molecules, contain same number of molecules. Option C, at NTP, capital NTP, at NTP all gases contain same number of molecules. At NTP all gases contain same number of molecules. And the last option, gases always react with gases only, gases always reacts with gases only, gases always reacts with gases only at the given temperature and pressure, at the given temperature and pressure. നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് കോപ്പി ഡൗൺ ചെയ്യാണ്. ക്വസ്റ്റ്യൻ തരുമ്പോൾ അതൊന്നും മനസ്സിൽ കൂടെയും കൂടെ പോട്ടെട്ടോ, എന്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് പതുക്കെ ഗ്രാജുവലി സ്പീഡ് കൂട്ടാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ക്വസ്റ്റ്യൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ കൂടെ പോകുള്ളൂ. നിങ്ങൾ എഴുതുന്ന സമയത്ത് അതിൽ കൂടെ ഒന്ന് ലൈക്ക് എന്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾ എഴുതിയത്, ഏത് ലോനെ പറ്റിയിട്ടാണ്? അവഗാഡ്രോ ലോ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? വായിച്ചു നോക്കുക, ഓപ്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതിൽ ഏതാണ് മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നതെന്ന് പറ. ഏത് വരും? ഇതിനെ പറ്റിയാണോ ഡിസ്കഷൻ പോയത്? എന്നാൽ ഏത് വരും?
ഏത് വരില്ല? വരാൻ ചാൻസ് ഇല്ലാത്തത് എന്താണ്? തീരെ അല്ല, ആൻസറേ അല്ലാത്ത ഒരാൾ ഏത് വരും? ഞാൻ ചോദിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാ പറയാനാ പറഞ്ഞിരിക്കണേ. അതല്ല, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പറയാം കേട്ടോ. നിങ്ങൾ വഴിതെറ്റിച്ച് നല്ല വഴിയിലേക്ക് കൊണ്ടുപോകാനല്ല ഞാൻ നോക്കുന്നത്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയെങ്കിൽ യു ക്യാൻ സേ ദാറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഏത് വരും പറഞ്ഞു? അല്ലെങ്കിൽ വരാതിരിക്കാൻ ചാൻസ് ഉള്ളത് പറയും. വരാൻ ചാൻസ് ഇല്ലാത്തത് 3 എണ്ണം ഉണ്ട്, വരാൻ ചാൻസ് ഉള്ളത് ഒരെണ്ണേ ഉള്ളൂ. സി വരും എന്നാണോ വരില്ലെന്നാണോ? വരില്ലെന്നോ വരുമെന്നോ? വരില്ല. NTP ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ നോർമൽ ടെമ്പറേച്ചർ പ്രഷർ, അങ്ങനത്തെ ഒരു കണ്ടീഷൻ അല്ല. ഓക്കെ, സി വരില്ല. പിന്നെ ഒരെണ്ണം പോയി കിട്ടി. ഇനി 3 എണ്ണത്തിൽ കറക്റ്റ് ആൻസർ പറഞ്ഞോ? അറിയോ? ഗോ ഫോർ ഇറ്റ്. ഏതാ ആൻസർ വരിക? ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആരോടും ചോദിച്ചിട്ടില്ല, ജനറലി ചോദിച്ചിരിക്കുക. ഇനി ഞാൻ ഒറ്റയ്ക്ക് ചോദിക്കും കേട്ടോ. ആ പറഞ്ഞോ, ഏത് വരാനാണ് ചാൻസസ്? ഗ്യാസസ് ഓൾവേസ് റിയാക്ട് വിത്ത് ഗ്യാസസ് ഓൺലി അറ്റ് ദ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണോ? അല്ല. പിന്നെ under similar conditions of temperature and pressure gases reacts with each other in simple ratio. അങ്ങനെ തോന്നിയൊരു റേഷ്യോയിലാണോ അവഗാഡ്രോ പറഞ്ഞത്? അവഗാഡ്രോ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞായിരുന്നല്ലേ. അപ്പോൾ ഏത് ഒരു ആൻസർ ഓപ്ഷൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു അതാണെന്ന്? ഇല്ലേ? പിന്നെന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾക്ക് അറിയാത്തതൊന്നും നമ്മളിവിടെ പുതിയതായിട്ട് എടുത്തിട്ട് ഞാൻ പുതിയൊരു ക്വസ്റ്റ്യനും കൊണ്ട് വന്നിട്ടില്ല. നിങ്ങൾ പഠിച്ച് തഴമ്പിച്ച കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കണേ. ഓക്കെ, അപ്പോൾ എന്താ പറയണേ? അണ്ടർ സിമിലർ, അതാണ് അവഗാഡ്രോ ലോയുടെ സ്റ്റേറ്റ്മെന്റും അല്ലേ. ഒരേ കണ്ടീഷൻ ടെമ്പറേച്ചർ. ഇപ്പം ഞാനിവിടെ 3 ഗ്ലാസ് ജാറിലായിട്ട് ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറും പ്രഷറും എന്താണ്? അവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന സെയിം ആണല്ലേ. അപ്പോൾ അവരുടെ വോളിയം എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് ആര് പറഞ്ഞത്? അവഗാഡ്രോ പറഞ്ഞത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിൽ 1 മോൾ ഓഫ് ഗ്യാസ് ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം എത്രയാ? 22.4 ലിറ്റർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 12 gram ഓഫ് മെഗ്നീഷ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12 gram ഓഫ് മെഗ്നീഷ്യം. gram of magnesium, atomic mass 24. അത് ബ്രാക്കറ്റിൽ 12 gram of magnesium, atomic mass is equal to 24. On reacting completely with acid gives hydrogen gas. On reacting completely with acid gives hydrogen gas. Comma, the volume of which at STP would be. ഇക്വേഷൻ ഒന്നും നിങ്ങൾ എഴുതണ്ട കേട്ടോ. 12 gram of Mg on reacting completely with acid gives hydrogen gas, the volume of which at STP would be. Option A 22.4 liter, B 11.2 liter, C 44.8 liter and D 6.1 liter. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കണേ? 12 gram ഓഫ് മെഗ്നീഷ്യം ആണ് റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അറ്റോമിക് മാസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 24. അപ്പം നിങ്ങൾ കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞത്
എന്തായിരുന്നു 1 mole ഓഫ് എനി സബ്സ്റ്റൻസ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എത്രയാണെന്നാണ് പറഞ്ഞത് 22.4. 1 mole ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ 1 അറ്റോമിക് മാസ് യൂണിറ്റിനെ നമ്മളല്ലേ ഗ്രാം അറ്റോമിക് മാസ് ആണെങ്കിൽ മോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് എന്ന് പറയും, മോളിക്കുലർ മാസ് ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇവിടെ അറ്റോമിക് മെഗ്നീഷ്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റോമിക് മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണെന്ന് ക്ലിയർലി പറയുന്നുണ്ട് 24 ആണെന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് 24 ഗ്രാം ആണ് എത്ര വോളിയം ഒക്യുപ്പൈ ചെയ്യുക 22.4 ഒക്യുപ്പൈ ചെയ്യുക. ഇവിടെ നേരെ പകുതി അല്ലേ 12 ഗ്രാം ഓഫ് മെഗ്നീഷ്യ ആണ് റിയാക്ട് ചെയ്യണത്. അപ്പോൾ വോളിയം എന്താവും നേരെ ഹാഫ് ആവും. ഏതൊരു ആൻസർ 11.2 ലിറ്റേഴ്സ്. ക്ലിയർ ആണോ ആ കോൺസെപ്റ്റ്? നെക്സ്റ്റ് ഒരു അഗെയിൻ നമ്മുടെ ലോനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇല്ലസ്ട്രേറ്റ്സ് ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. അവിടെ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞൊരു ഹിൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇല്ലസ്ട്രേറ്റ്സ് ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്? Option A, an element forms two oxides. An element forms two oxides, XO and XO2. XO and XO2 containing 50% and 60% oxygen respectively.